പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർത്ത PM ശ്രീ അതിവേഗം നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ UDF സർക്കാർ. LDF സർക്കാർ അത് പല നിബന്ധനകളോടെ നടപ്പിലാക്കാനിരുന്നപ്പോൾ അതിശക്തമായ എതിർപ്പാണ് അന്നത്തെ പ്രതിപക്ഷത്തുള്ള UDF നടത്തിയത്. PMCയെ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുമെന്നാണ് ഇപ്പോഴത്തെ മന്ത്രിയായ KM ഷാജി അന്ന് പറഞ്ഞത്. ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതോ അത് ഞങ്ങൾ നടത്തത്തില്ല, അത് കോൺഗ്രസിന്റെ സ്റ്റാൻഡാണ് എന്നാണ്. എന്നാൽ ഭരണപക്ഷത്തേക്ക് എത്തിയപ്പോൾ സ്റ്റാൻഡെല്ലാം മാറി. ചവറ്റുകുട്ടയിൽ എറിയേണ്ട സാധനം ഒപ്പിടേണ്ടതായി മാറി. പറയുന്ന ന്യായം കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല എന്നാണ്. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് MOUയിൽ മാത്രമാണ്, അതായത് ധവളപത്രത്തിൽ മാത്രമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിനോടൊപ്പം തന്നെ താൽക്കാലികമായി PM ശ്രീ സസ്പെൻഡ് ചെയ്യുകയാണെന്ന് കഴിഞ്ഞ സർക്കാർ കേന്ദ്രത്തിനയച്ച കത്തും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെല്ലാം ഉപരി കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലവും പുറത്തു വന്നതോടെ ആ വാദവും പൊളിയുകയാണ്. സത്യത്തിൽ PM ശ്രീ UDF പറഞ്ഞതുപോലെ നിർത്തലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതുമായി മുന്നോട്ട് പോകാനാണ് UDF തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ സർക്കാരിന് ഞങ്ങൾ PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് ഉറച്ചു പറയാൻ കഴിയാത്തത്? നിലപാടല്ലേ ഏറ്റവും പരമപ്രധാനമായ കാര്യം? ഈയിടയ്ക്ക് നടന്ന 5 സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ 2 BJP ഇതര സർക്കാരുകൾ വന്നത്. ഒന്ന് കേരളം, മറ്റൊന്ന് തമിഴ്നാട്. 2 സർക്കാരുകളും സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു. 2 നയപ്രഖ്യാപനവും നടത്തിയത് ഒരാളാണ് എന്ന സവിശേഷതയുമുണ്ട്. കേരളത്തിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിന് മുമ്പ് വന്ദേമാതരം പാടി. തമിഴ്നാട്ടിലെ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗവേളയിൽ വന്ദേമാതരം ഇല്ല. കേരളത്തിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെക്കുറിച്ച് ഒരു വരി വിമർശനമില്ല. തമിഴ്നാട്ടിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെക്കുറിച്ച് വിമർശനമുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടാകുമല്ലോ. ഈ വിഷയം വളരെ സ്പെസിഫിക്കായി ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംഘപരിവാറുകാരനായ ഗവർണർ ആ നയപ്രഖ്യാപനം അവിടെ നടത്തി. NEP നടപ്പിലാക്കില്ല എന്ന് വിജയുടെ സർക്കാർ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. ദ ഗവൺമെന്റ് വിൽ സ്ട്രോങ്ലി ഒപ്പോസ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2022. എന്നിട്ട് അവർക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് പറയുന്നത് ദ മണി ഡ്യൂ ടു തമിഴ്നാടു അണ്ടർ ദ സമഗ്ര ശിക്ഷ അഭിയാൻ വിൽ ബി റിലീസ്ഡ് ഓൺലി ഇഫ് ദ 3 ലാംഗ്വേജ് ഫോർമുല അണ്ടർ ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈസ് ഇംപ്ലിമെന്റഡ് ഈസ് അൺഅക്സെപ്റ്റബിൾ എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നത് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണമെന്നാണ്. 2 BJP വിരുദ്ധ സർക്കാരുകൾ, അതിൽ തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് അവർ നയപ്രഖ്യാപനത്തിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. NEP നടപ്പിലാക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ 3000 കോടിയിലധികം രൂപ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് തരികില്ല എന്ന വാദം അൺഅക്സെപ്റ്റബിൾ ആണ്. അവർ ഒരു തരത്തിലുള്ള സമവായത്തിനുമില്ല. ഒരു സമിതി ഉണ്ടാക്കാനും അവർ ശ്രമിക്കുന്നില്ല. ക്രിസ്റ്റൽ ക്ലിയറായ പൊളിറ്റിക്സ് ആണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരിന് ഞങ്ങൾ PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് ഉറച്ചു പറയാൻ കഴിയാത്തത്? വിദ്യാഭ്യാസ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഞങ്ങൾ PM ശ്രീ നടപ്പിലാക്കില്ല, ഫണ്ട് ഞങ്ങൾക്ക് വേണം, അതിന് നിയമപരമായ വഴികൾ സ്വീകരിച്ചു കൊള്ളാം എന്ന് എന്തുകൊണ്ടാണ് സർക്കാരിന് പറയാൻ പറ്റാത്തത്? കേരളം കൊടും കടത്തിലാണെന്ന ധവളപത്രം ഇറക്കിയപ്പോൾ പോലും അതിൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ള ഫണ്ടിനെ കുറിച്ച് പറഞ്ഞത് ജസ്റ്റ് പരാമർശം പോലെ മാത്രമാണ്. ആ ഫണ്ട് കൂടി ലഭിക്കാത്തത് കൊണ്ടാണ് കേരളം കടത്തിലായതെന്ന് പറയാൻ പോലും ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. PM ശ്രീ LDF സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങിയപ്പോൾ പല നിബന്ധനകൾ വച്ചിരുന്നു. കരിക്കുലം മാറ്റത്തില്ല, കുട്ടികൾ ഇപ്പോൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെ പഠിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ സ്കൂളിൽ വയ്ക്കാൻ കഴിയില്ല. ഇതൊക്കെയായിരുന്നു ആ നിബന്ധനകൾ. ഈ നിബന്ധനകളെല്ലാം UDF സർക്കാരിന് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് കഴിഞ്ഞ തവണ ഇത് നടപ്പിലാക്കാൻ വന്നപ്പോൾ തടയാനായി ഇവർ എത്തിയത്? അന്നിവർ പറഞ്ഞത് LDF BJP ഡീൽ എന്നായിരുന്നു. അപ്പോൾ ഇന്ന് UDF BJP ഡീലാണോ ഇവിടെ നടക്കുന്നത്?